ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഗ്യാപ്പ് റോഡ് റൂട്ടിലാണുള്ളത്. ഈ റോഡിലാണ് ഏറ്റവും കൂടുതൽ ഈ സാഹസിക യാത്രകൾ നടത്തുന്നത്. ഈ സാഹസിക യാത്രകൾ നടത്തുമ്പോൾ അതുവഴി ഒരു അപകടമുണ്ടായാൽ അത് എത്രത്തോളം വലുതാണ് എന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായിരുന്നാലും ആ കാര്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ടാവുക, അപകടമുണ്ടായാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് പ്രേക്ഷകർക്കൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഇൻസ്പെക്ടറാണ് ദീപു സാർ അല്ലേ? ഞാൻ ദീപു എൻ കെ, ദേവികുളം സബ് ആർ ടി ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം നമുക്ക് അതൊന്ന് വിശദമായി തന്നെ കാണിച്ചു തരും, അത് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം സാർ. ഓക്കെ, ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൊച്ചി മധുര ദേശീയപാതയുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റോഡിൻ്റെ പ്രത്യേകതകൾ. മൂന്നാർ മുതൽ നമ്മുടെ അതിർത്തിയായ ബോഡിമെട്ട് വരെ ഏകദേശം 43 കിലോമീറ്റർ കൊച്ചി മധുര ദേശീയപാതയുടെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. കേരളം സന്ദർശിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒരു മസ്റ്റ് സീ ലൊക്കേഷനാണ് ഇപ്പോൾ ഈ പ്രദേശം. ഓരോ നിമിഷവും മാറി വരുന്ന കാലാവസ്ഥ നമുക്ക് ഈ റോഡിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അനുഭവിച്ചറിയാൻ കഴിയും. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ മറ്റൊരു രീതിയിൽ അപകടകരമായ രീതിയിൽ പെരുമാറുന്നത് വലിയൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇവരെത്തുന്ന കാറിൽ ഇവർ ശരീരം പുറത്തേക്കിട്ടും സൺറൂഫിൻ്റെ അതുവഴി കുട്ടികളെ കയറ്റി നിർത്തിയും അതീവ ഗുരുതരമായ അപകടകരമായ ഒരവസ്ഥയിൽ സഞ്ചരിക്കുന്നത് പലപ്പോഴും വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചേക്കാം. ഇതുവരെ ഏകദേശം നമ്മൾ 12 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ നേരിട്ട് പിടിച്ച കേസുകളുണ്ട്. അതുകൂടാതെ ഇത് സഞ്ചാരികളായ മറ്റുള്ളവർ വീഡിയോയിൽ പകർത്തി മോട്ടോർ വാഹന വകുപ്പിനെയും മാധ്യമങ്ങൾ വഴി പുറത്തെത്തിച്ച കേസുകളുണ്ട്. ഇത്തരം കേസുകളെല്ലാം തന്നെ അതീവ ഗൗരവത്തോടെ ഞങ്ങൾ കണ്ട് ശക്തമായ നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുവരെ 12 കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതിൽ വളരെ സങ്കടകരമായൊരു വസ്തുത, നമ്മൾ കേരളത്തിലുള്ളവർ മാത്രമല്ല മറ്റ് സംസ്ഥാനത്തുള്ള ഏകദേശം 4ഓളം വാഹനങ്ങളുണ്ടെന്നുള്ളതാണ്. തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ഇതേപോലെയുള്ള ഈ അഭ്യാസ പ്രകടനങ്ങൾ ഈ വഴി കാഴ്ചവെച്ച് റീൽസ് എടുക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ ജീവിതം തന്നെ അപകടത്തിലാക്കുന്ന ഇത്തരം റീൽസ് പരിപാടി അവസാനിപ്പിക്കാനുള്ള ഞങ്ങളുടേതായ എല്ലാ രീതിയിലുള്ള നടപടിക്രമങ്ങളും ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. ഇടുക്കി എൻഫോഴ്സ്മെൻറ്റ് RTO ശ്രീ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള 3 സ്ക്വാഡ് അംഗങ്ങൾ ഈ റോഡിൽ മൂന്നാർ പൂപ്പാറ, മൂന്നാർ മാട്ടുപ്പെട്ടി, മൂന്നാർ അടിമാലി റൂട്ടിൽ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിശക്തമായ നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതിൽ തെലങ്കാനയുടെ ഒരു വണ്ടി ഇന്നിപ്പോൾ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുത്ത് മൂന്നാർ പോലീസ് സ്റ്റേഷൻ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പിടിക്കപ്പെടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് അവരുടെ കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് 6 മാസം മുതൽ 1 വർഷം വരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. കൂടാതെ നമ്മുടെ IDTR എടപ്പാളിലുള്ള IDTR ട്രെയിനിങ് സെൻറ്ററിൽ കറക്ഷൻ ട്രെയിനിങ്ങിന് അവരെ അയക്കും, കമ്മ്യൂണിറ്റി സർവീസിന് അയക്കും. കൂടാതെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ഒരു നിശ്ചിത കാലാവധിയിലേക്ക് സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകൾ ഡോറിൻ്റെ ഗ്ലാസ് വഴി ശരീരം പുറത്തേക്കിട്ട് അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു പ്രവണത. അതിൽ എന്താണ് അപകടമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു ചെറിയ കാറാണ്. ഏത് കാറാണെങ്കിലും കൂടി നമ്മുടെ സീറ്റിലിരുന്ന് ശരീരം പുറത്തേക്കിടുമ്പോൾ ശരീരത്തിൻ്റെ പകുതി ഭാഗത്തോളം റോഡിലാണ് ഉണ്ടാവുക. നമ്മുടെ ഈ റോഡിൻ്റെ ഗ്യാപ്പ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെട്ടെന്ന്, പ്രത്യേകിച്ച് ഈ റോഡിനെക്കുറിച്ച് അറിയില്ലാത്ത ഒരു യാത്രികനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള വളവുകളും തിരിവുകളും ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ പെട്ടെന്ന് മാറി വരുന്ന, അതേപോലെ കാലാവസ്ഥ മാറി വരുന്ന ഒരു ടെറൈനാണിത്. ഒരുപക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു കാലാവസ്ഥയല്ല ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുക. മഴ വരാം, പെട്ടെന്ന് കോട വരാം, കാറ്റ് വരാം, നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന പല രീതിയിലുള്ള കാലാവസ്ഥയാണ് ഞങ്ങളിവിടെ അനുഭവിച്ചു വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ധാരാളം, ഇപ്പോൾ നമ്മൾ നോക്കിയറിയാം, വളരെ തിരക്കേറിയ ഈ റോഡാണ്. തമിഴ്നാടുമായി കണക്ട് ചെയ്യുന്ന, കേരളത്തിലേക്ക് വരുന്ന അതീവ തിരക്കേറിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റോഡാണ് ഇത്. നമ്മൾ ഇപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് നിന്ന് ശരീരം പകുതിയോളം പുറത്തേക്കിടുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളും പിന്നെ സൈഡിലുള്ള ഇലക്ട്രിക് പോസ്റ്റോ അതുപോലെയുള്ള മറ്റു വസ്തുക്കളിലൊക്കെ ശരീരം ചെന്ന് ഇടിക്കാനും ഒക്കെ വളരെയധികം സാധ്യതകളുണ്ട്. കൂടാതെ നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ ഇവിടെ നമുക്ക് അകത്ത് ഒരു ചെറിയ ഗ്രിപ്പ് മാത്രമാണ് ഉള്ളത്. അത് സീറ്റിലിരിക്കുന്ന ആളുകൾക്ക് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അല്ലാതെ ഇതുവഴി ശരീരം വെളിയിലേക്ക് ഇടുമ്പോൾ പിടിച്ച് നിൽക്കാനുള്ള ഒരു വസ്തുവല്ല എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക.
പെട്ടെന്ന് ഇതേപോലെ ശരീരം വെളിയിലേക്കിട്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റ്, പെട്ടെന്നൊരു തടസ്സം മുന്നിൽ കാണുമ്പോൾ ഡ്രൈവർ ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ഇയാൾ റോഡിലേക്ക് വീണ് അതീവ ഗൗരവമുള്ള മരണം വരെ സംഭവിക്കാവുന്ന അപകടങ്ങളുണ്ടാകും. കൂടാതെ വേറൊരു ട്രെൻഡ് ഇപ്പോൾ കണ്ടുവരുന്നത്, ഇപ്പം നമ്മുടെ ഇപ്പോൾ വയ്ക്കുന്ന മിക്ക കാറുകളിലും തന്നെ സൺറൂഫ്, ഇതിൻ്റെ ടോപ്പിലുള്ള പോർഷനിൽ ഓപ്പൺ ചെയ്യുന്ന സൺറൂഫെന്നോ മൂൺ റൂഫെന്നൊക്കെ നമ്മൾ പറയുന്ന ആ പോർഷനുള്ള വാഹനങ്ങളാണ്. ഇത് താഴേന്ന് കയറി വരുമ്പോൾ തന്നെ ഇവരിത് ഓപ്പൺ ചെയ്ത് കുട്ടികളെ വരെ സീറ്റിൽ നിർത്തി കൊണ്ടുവരുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. കുട്ടികളുടെ ശരീരത്തിൻ്റെ ഏകദേശം പകുതിയോളം പുറത്തേക്കിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇത് സ്ഥലം ആസ്വദിക്കുക എന്നുള്ള ഒരു ട്രെൻഡാണ് ഇവരിത് കാണിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, മൂവ് ചെയ്യുന്ന ഒരു വണ്ടി, പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ഒരു ബ്രേക്ക് ചെയ്താൽ, ഇത് കുട്ടികളാണെന്ന് നമ്മൾ ആലോചിക്കുക, ഇനി വലിയവരാണെങ്കിൽ കൂടി പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ ഇവർ ശരീരം ഇതിൻ്റെ എഡ്ജിലോ വക്കിലോ ഒക്കെ ഇടിച്ച് ഇൻറ്റേർണൽ ഇഞ്ചുറി ഉണ്ടാവാനും, കൂടാതെ അകത്തേക്കോ പുറത്തേക്കോ തെറിച്ച് വീഴാൻ പോലുമുള്ള ഒരു സാധ്യതകളുണ്ട്. നമ്മൾ പ്രകൃതി ആസ്വദിക്കാൻ വരുന്നവർ, ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ സ്ഥലത്തിൻ്റെ ഭംഗി, ഈ റോഡിൻ്റെ ഭംഗി, കാലാവസ്ഥയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാതെ അവസാനം നമ്മുടെ വീട്ടിലേക്ക് വളരെ സങ്കടകരമായൊരു വാർത്ത എത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചേരും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ തടയേണ്ടതാണ്. ഇത് എൻഫോഴ്സ്മെൻറ്റ് മാത്രമല്ല, ഇതിലൂടെ ഒരു എഡ്യൂക്കേഷൻ കൂടി ഞങ്ങൾ ഈ ഒരു വാർത്തയിലൂടെ ഞങ്ങൾ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ എത്ര വിചാരിച്ചാലും നമ്മുടെ കണ്ണൊക്കെ വെട്ടിച്ച് നിങ്ങൾക്ക് പോകാനൊക്കെ കഴിയും. പക്ഷെ നമ്മൾ വിചാരിക്കുക നമ്മുടെ ജീവനാണ് അപകടത്തിൽപ്പെടുന്നത്. നമ്മൾ വീട്ടിൽ നിന്നും സന്തോഷത്തോടെ വരുമ്പോൾ തിരിച്ച് സന്തോഷത്തോടെ നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയ കാഴ്ചകൾ നിങ്ങളുടെ ക്യാമറയിലോ കണ്ണിലോ മനസ്സിലോ പകർത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അല്ലാതെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസുമായിട്ട് നിങ്ങൾ പോകാതെ, നിങ്ങൾ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് സങ്കടകരമായ അവസ്ഥയിൽ പോകാതെ, ഒരു മോശപ്പെട്ട അപകടത്തിൽപ്പെട്ട ഒരു വാർത്ത വീട്ടുകാരിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ച് വളരെ മനോഹരിയായ നമ്മുടെ മിടുക്കിയായ ഇടുക്കിയെ കണ്ട് നിങ്ങളിവിടെ ഗ്യാപ്പ് റോഡ് ആസ്വദിച്ച് പോവുക. ഞാൻ പറഞ്ഞു 12 വാഹനങ്ങൾക്കെതിരെ കേസെടുത്തതായിട്ട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇവർക്ക് എതിരെ ഇതുവരെ 12 വാഹനങ്ങൾക്കെതിരെ, വാഹനത്തിൻ്റെ ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തായിട്ട് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇടുക്കി എൻഫോഴ്സ്മെൻറ്റ് ആർടിഒ ശ്രീ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ചുണക്കുട്ടികളായ കുട്ടികൾ നിരന്തരമായ അവരുടെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് ഇതേപോലുള്ള റീൽസ് എടുക്കലും അതേപോലെ അപകടകരമായ ഡ്രൈവിങ്ങും വളരെയധികം കുറയ്ക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതുവരെ പിടിച്ച കേസുകളിൽ ഫൈൻ അടയ്ക്കുക എന്നുള്ള ശിക്ഷാ നടപടി കൂടാതെ തന്നെ അവർക്ക് കോടതി നടപടികളിലും ചില കേസുകളിൽ നേരിടേണ്ടി വരും. അതുകൊണ്ട് ലൈസൻസിലുള്ള നടപടി, കോടതി നടപടി, കൂടാതെ IDTRൻ്റെ ട്രെയിനിങ്, കമ്മ്യൂണിറ്റി സർവീസ്, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ശിക്ഷാ നടപടികളും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ശരീരം പുറത്തേക്കിട്ട് യാത്ര ചെയ്യുന്ന ഏകദേശം ആ ഒരു സീൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഇരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഇത്രയും ഭാഗം ഇപ്പോൾ തന്നെ നമുക്കറിയാം, വണ്ടി സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു വാഹനത്തിൽ തന്നെ ഇതിരിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ദുഷ്കരമാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, വളരെയധികം വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൽ എങ്ങനെ നമ്മൾ ഇരിക്കുമെന്ന്. ഇപ്പൊ ഇവിടെ പിടുത്തം എന്ന് പറയുന്നത് എങ്ങനെയുണ്ട്? പിടുത്തം ഫുൾ വെയിറ്റ് ഇതിലാണ്. ആ കാണുന്ന ചെറിയൊരു ഗ്രിപ്പ് ഉണ്ടാകുന്ന ചെറിയൊരു ഹാൻഡ് ഗ്രിപ്പിൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ ബോഡിയുടെ വെയിറ്റ് മുഴുവൻ താങ്ങിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇത് മൂവ് ചെയ്യുമ്പോൾ, വളവെടുക്കുമ്പോൾ ഒക്കെയുള്ള നമ്മുടെ ഇനേർഷ്യ ഫോഴ്സ് കൊണ്ടൊക്കെ ശരീരം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് വരാനും തെറിച്ച് നമ്മൾ റോഡിൽ വീഴാനും എത്രമാത്രം സാധ്യതകളുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അറിവുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, നമ്മൾ എന്തിനു വേണ്ടി ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് മാത്രമല്ല, ഇത് ഒരുപക്ഷെ തെറിച്ച് വീണാൽ വഴിയെ കൂടെ ഓടി വരുന്ന മറ്റുള്ള വാഹനങ്ങൾക്കും മറ്റു റോഡ് ഉപയോക്താക്കൾക്ക് വരെ അപകടം ഉണ്ടാക്കുന്ന ഈ പ്രവൃത്തി ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ഈ മനോഹാരിതയൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ജീവിതകാലം മുഴുവനും നല്ല ഓർമ്മയായി നിലനിൽക്കണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വളരെ മര്യാദയോടുകൂടി വാഹനം ഓടിക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ജീവിതത്തിൽ വീട്ടുകാർക്ക് നമ്മളൊരു ബാധ്യതയായി ഭാവിയിൽ മാറാതിരിക്കാൻ അത് നമ്മൾ പാലിച്ചേ മതിയാകുള്ളൂ. അത് പ്രേക്ഷകർ പരമാവധി മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു നൽകുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.